ആവശ്യത്തിനാണ് വിളിച്ചിരിക്കണത്. അപ്പോൾ തന്നെ ഇഷ്ടപ്പെടുകയല്ല പ്രശ്നം, തനിക്ക് ആവശ്യമുള്ളവരെ തൻ്റെ അടുത്തേക്ക് വിളിച്ചെന്നാണ് അടുത്ത വചനം വായിക്കുമ്പോൾ മനസ്സിലാകണത്. കാര്യം എന്താ, ഇഷ്ടപ്പെട്ടിട്ട് വെറുതെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ വിളിച്ചതല്ല. ഒന്ന് തൻ്റെ കൂടെ ആയിരിക്കണം. തൻ്റെ കൂടെ ആയിരിക്കണത് നിസ്സാരമല്ല. മനസ്സുകൊണ്ട് കർത്താവിൻ്റെ കൂടെ ആയിരിക്കണം. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം മനസ്സുകൊണ്ട് നമുക്ക് പൗരോഹിത്യം കിട്ടി. എൻ്റെ പൗരോഹിത്യം ഇന്നലെ 40 വർഷം തികഞ്ഞ്. മനസ്സുകൊണ്ട് എനിക്ക് വേണമെങ്കിൽ ഇവിടെ നിൽക്കാൻ പറ്റും. പക്ഷേ മനസ്സുകൊണ്ട് എനിക്ക് വേണമെങ്കിൽ വേറെ എന്തെങ്കിലും ഉദ്ദേശത്തോടുകൂടി പൗരോഹിത്യത്തെ നോക്കിക്കാണാം. അപ്പോൾ നമ്മൾ യേശുവിൻ്റെ കൂടെ അല്ല. ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ചില ഗൂഢലക്ഷ്യങ്ങളുടെ കൂടെ ആയിരിക്കും നമ്മൾ. അപ്പം അതാണ് തന്നോട് കൂടി ആയിരിക്കുക എന്ന് പറയുന്ന കാര്യം. പലരെയും നമ്മൾ നോക്കുമ്പോൾ മനുഷ്യന്മാരെ പലപ്പോഴും ദൈവത്തിൻ്റെ ആൾക്കാർ പോലും ദൈവത്തിൻ്റെ കൂടെ അല്ല ശരിക്കും. അതുകൊണ്ട് നല്ല പൊളിറ്റിക്സൊക്കെ സഭയിൽ വരണത്. ചില സമയത്തൊക്കെ എങ്കിലും പൊളിറ്റിക്സ് വരുന്നില്ലേ? അപ്പം അതിന് അവർക്ക് അവരുടെ സ്ഥാനമാനങ്ങൾ ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള കളികളിലാണ് ഇവർ നിൽക്കുന്നത്. അത് എല്ലാ മേഖലകളിലും വരും. അപ്പം തന്നോടുകൂടെ ആയിരിക്കുക എന്നുള്ളത് ഒരു വിളിയേക്കാളും ഒരു വെല്ലുവിളിയാണ് ആയിട്ട് വരും. ഒരു വെല്ലുവിളിയാണ്. അപ്പം അത് നമ്മൾ എപ്പോഴും നോക്കണം. അതായത് യേശുവിൻ്റെ കൂടെയാണെങ്കിൽ യേശു ആയിരിക്കണം അതിൻ്റെ അകത്ത് പ്രധാനമായിട്ട് വരണത്. പിന്നെന്താ രണ്ടാമത്തെ കാര്യം, തന്നോട് ആയിരിക്കാനും പിന്നെ പ്രസംഗിക്കാൻ അയക്കാനും, കാരണം സുവിശേഷം കൈമാറാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങളുള്ളപ്പോൾ ആൾക്കാരാണ് ദൈവതിരുസന്നിധിയിൽ മൂല്യതയുള്ള, ഇവരാണ് പ്രിയങ്കരനായിട്ട് വരണത്. അപ്പം അതുകൊണ്ട് തന്നെ ഇവർ വീണുപോയാൽ രക്ഷിക്കാനാവാത്ത വിധം ദൈവത്തിൻ്റെ കരങ്ങളെ കുറുകെ പോയിട്ടില്ല. ഇത് ജനറലൈസ് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് വിഷയം. അതുകൊണ്ട് നമ്മുടെ മുമ്പിലുള്ള ഓപ്ഷൻ ദൈവതിരുസന്നിധിയിൽ ദൈവത്തിന് പ്രയോജനമുള്ള വ്യക്തികളായിട്ട് കൺവേർട്ട് ചെയ്യുക മാത്രമേ ഉള്ളൂ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി